ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ സി എ സജീവൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സി സജീവൻ, സുധാകരൻ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹത്തിൻ്റെ RSS മനസ്സ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ സർവകലാശാലകളിലേക്ക്, സെനറ്റുകളിലേക്ക് സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് സുധാകരൻ ചോദിച്ചിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഈ സുധാകരൻ്റെ പ്രസ്താവന. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളടക്കം തന്നെ AICCക്ക് പരാതി നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുന്ന സുധാകരൻ്റെ നിലപാടിനെതിരെ ആ പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടത് തന്നെയല്ലേ? പരസ്യമായി തന്നെ നേതാക്കൾ ഇത് പ്രതികരിക്കേണ്ടതല്ലേ? കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ ഇത്തരത്തിലുള്ള നിലപാടുകളെ പരസ്യമായി തന്നെ വിമർശിക്കേണ്ടതാണ്. കാരണം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കേരളത്തിൽ കോൺഗ്രസ് വളരെ ദയനീയമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയ പോലെ 19 സീറ്റ് കിട്ടില്ല എന്നുള്ള കാര്യം മനോരമയുടെ സർവേയിൽ തന്നെ വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പൊ അതിനേക്കാൾ കുറയുന്ന രൂപത്തിൽ, കാരണം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചിരുന്നു. ഇത്തവണ മത്സരിച്ചാലും ഇല്ലെങ്കിലൊക്കെ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് ഇന്ത്യ സഖ്യമൊക്കെ വെളിപ്പെടുത്തിയ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാകുമെന്നുള്ള ആവേശമൊന്നും UDF പ്രവർത്തകർക്കോ അല്ലെങ്കിൽ അവർക്ക് കഴിഞ്ഞ തവണ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള കന്മഷവുമില്ലാതെ വോട്ട് ചെയ്തിട്ടുള്ള മുസ്ലിം വിഭാഗത്തിനോ ഒന്നും ഇനി ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരമൊരു ഘട്ടത്തിൽ നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തൊരു പകുതി, 19 പകരം അതിന്റെ പകുതിയെങ്കിലും കിട്ടാവുന്ന ഒരവസ്ഥയിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു നിലപാട്, അതായത് ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരും സംഘി മനസ്സുള്ള ആളുകളാണെന്നുള്ള ഒരു തോന്നൽ മുസ്ലിം വിഭാഗത്തിന്, ഇവിടുത്തെ ന്യൂനപക്ഷത്തിനുണ്ടായാൽ സ്വാഭാവികമായി വലിയ തിരിച്ചടിയായിരിക്കും. ആ ഘട്ടത്തിലാണ് സുധാകരനെ പോലുള്ള ആളുകൾ എന്താണ് ഗവർണർ ചെയ്ത കാര്യം എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഗവർണർ വളരെ കൃത്യമായിട്ടും കേരള സർവകലാശാലയിൽ അദ്ദേഹം വെറും പൂർണ്ണമായിട്ടും കാവ്യ പതിപ്പിച്ച രീതിയിലാണ് വെച്ചിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാലയിൽ ആണെങ്കിൽ ഈ VC കൊടുത്തിട്ടുള്ള മുഴുവൻ ലിസ്റ്റും വെട്ടി നിരത്തിയിട്ട് സ്വന്തം നിലയ്ക്കുള്ള ആളുകൾ വെച്ച് കുറച്ച് ആളുകളെ, കുറച്ച് UDF അനുകൂലികളായിട്ടുള്ള ആളുകളെ അതിൽ ഉൾച്ചേർത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും അത് തന്നെ ഒരു വിമർശനത്തിന് പാത്രമാണ്. കാരണം UDFനെ ഈ പഴയ കോലീബി സഖ്യം പോലെ ആണ് എന്നുള്ളൊരു പരാമർശമൊക്കെ പൊതുവെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനിടയിലാണ് സുധാകരനെ പോലെ നേരത്തെ തന്നെ RSSന് ശാഖ നടത്താൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തു, അതിന് വേണ്ട സംരക്ഷണം കൊടുത്തു എന്നൊക്കെ പറയുന്ന സുധാകരനെ പോലുള്ള ഒരാള് ഈ കേരള സർവകലാശാലയിൽ സംഘികളെ വെച്ചാൽ അതിലെന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന അത് ഒരുപക്ഷെ ന്യായീകരിക്കാൻ സുധാകരന് കഴിയുമായിരിക്കും. പക്ഷേ അതുണ്ടാക്കുന്ന വലിയൊരു പ്രതിസന്ധി അതുതന്നെയാണ് ശ്രീ എ സജീവൻ. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വലിയ പ്രതിസന്ധികളിലേക്കാണ് കെ സുധാകരൻ എന്ന KPCC അധ്യക്ഷൻ കൊണ്ട് ചെന്നാക്കുകയും ചെയ്യുന്നത്. വളരെ നന്ദി ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചു.